ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. 2 സബ്ജക്റ്റാണ്. ഒന്ന് പഞ്ച ഉപചാരങ്ങൾ, 2 പഞ്ചതത്വ ഉപചാരങ്ങൾ. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യം നമ്മുടെ ദൈവാധീനം. നമ്മൾ ഒട്ടുമിക്ക സമയങ്ങളിൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ വരാറിപ്പോൾ ഭഗവാനെ നമ്മൾ പഴിചാരാറുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ദിവസവും അമ്പലത്തിൽ വരുന്നു, തൊഴുന്നു, എന്നിട്ടും എൻ്റെ അവസ്ഥ എന്താണ് മാറാത്തത്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. വീട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതേപോലെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നു. നമുക്ക് അങ്ങോട്ട് ഉയർച്ച എന്തുകൊണ്ടാണ് ഭഗവാനെ എന്നൊക്കെ നമ്മൾ ഓരോരുത്തർ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ അവസ്ഥകളൊക്കെ ഒന്ന് മാറാത്ത എന്താണ്? ഒരു ദിവസം പോലും വിട്ടുവീഴ്ചയില്ലാതെ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ദിവസവും വീട്ടിൽ ഉപചാരങ്ങൾ ചെയ്യുന്നു, എന്നിട്ടും നമുക്ക് എന്താണ് ഉയർച്ച വരാത്തത് എന്നൊക്കെ നമ്മൾ ആദ്യം നമ്മളെ വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്ന കർമ്മം അത് പൂർണ്ണമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രകൃതിയാണ്. പ്രകൃതിക്ക് ഒരു ചിട്ടയുണ്ട്. നമ്മൾ മതങ്ങൾ എന്നുള്ള തലത്തിൽ അല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് പ്രകൃതി സനാതനം. അവിടെ അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം. ആ അനുഷ്ഠാനങ്ങൾ പൂർണ്ണമല്ലെങ്കിൽ നമ്മൾ എങ്ങും എത്താതെ വരും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്തതിൻ്റെ ആണ് അനുഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അനുഷ്ഠാനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപൂർണത വന്നാൽ പിന്നെ അവിടെ ഒരു കാരണവശാലും പ്രകൃതിയുടെ ആ ചൈതന്യം, അതായത് ഈശ്വര ചൈതന്യം വാഴത്തില്ല. പിന്നെ പരിഹാരം ചെയ്യുന്നവരാണെങ്കിലോ 2 രീതിയിലാണ്. ഒന്ന്, സിദ്ധിയായിട്ടുള്ളവരല്ല പരിഹാരം ചെയ്യുന്നത്. അപ്പോൾ നാം ഇവിടെ അറിയേണ്ടത്, നമുക്ക് നമ്മുടെ പൈതൃകങ്ങൾ 1 നൂറ്റാണ്ടായിട്ട് അന്യാധീനപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുപോലത്തെ ആരാധനാലയങ്ങൾ, എല്ലാ മതത്തിലെ ആരാധനാലയങ്ങളിൽ പ്രശ്നങ്ങളും ഒക്കെ പൊന്തി വരുന്നത്. അപ്പം നമുക്കറിയാം, ശബരിമല, അതേപോലത്തെ കുറേ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങളിലൊക്കെ അടിയും പിടിയും ഒക്കെയാണ്. എന്തുകൊണ്ടാണ്? ദൈവാധീനം അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ദൈവാധീനം അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വരെ കാമാക്കാൻ ആ ചൈതന്യത്തിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പഞ്ച ഉപചാരങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാം പഞ്ച ഉപചാരങ്ങൾ എന്താണെന്ന്. അഭിഷേകം, ഒരു മൂർത്തിക്ക് ചെയ്യുന്ന അഭിഷേകം, ധൂപം, ദീപം, നൈവേദ്യം, പിന്നെ ലാസ്റ്റാണ് നമുക്ക് തെറ്റുപറ്റുന്നത്, അപൂർണമാകുന്നത് ലാസ്റ്റാണ്. എന്താണ്? പ്രായശ്ചിത്തം. എല്ലാ ദിവസവും നമ്മൾ ഉപചാരങ്ങളിൽ പൂർണ്ണത വരുത്താത്തത് പ്രായശ്ചിത്തമാണ്. ഇപ്പം സാധാരണ എങ്ങനെയാണ് വരുന്നത്? എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ധൂപം, ദീപം, നൈവേദ്യം, ആരതി, അഭിഷേകം. അപ്പോൾ ധൂപവും ദീപം, ആരതി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വിട്ടുവീഴ്ച വന്നത് പ്രായശ്ചിത്തമാണ്. ആ പ്രായശ്ചിത്തം വന്നാലേ നമ്മുടെ കാര്യങ്ങളിൽ ഭഗവാൻ സന്തോഷിക്കത്തുള്ളൂ.
നമ്മളിൽ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ഭഗവാനോട് ഏറ്റുപറയുമ്പോൾ അതിന് ഭഗവാൻ നമ്മളിൽ സംതൃപ്തനായിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷെ അതാരും ചെയ്യാറില്ല. നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിലപിടിപ്പുള്ളതെന്തോ അത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഭണ്ഡാരങ്ങൾ വെക്കാറുണ്ട്. എല്ലാവരുടെയും ചിന്ത എന്താ? ഞാൻ കൊടുക്കുന്ന ഭണ്ഡാര കാണിക്കും, അവിടെ ദിവസക്കാർ, ഭഗവാൻ എന്തിനാണ് ഭണ്ഡാരം എന്നൊക്കെ ചിലവരൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ 4 ഉപചാരങ്ങൾ അവിടുത്തെ താന്ത്രികപരമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ മേൽശാന്തി 4 ഉപചാരങ്ങൾ എല്ലാവർക്കും വേണ്ടി, ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി ആ ബിംബത്തിൽ ചെയ്യുന്നത്. ബാക്കി അവിടെ വരുന്നവർ, the 5th one, പ്രായശ്ചിത്തം, അത് വന്ന് ആരാധിക്കുന്ന, ദർശനം ചെയ്യുന്നവർ വേണം ആ 5th സ്റ്റേജ് ഫുൾഫിൽ ചെയ്യാൻ. പക്ഷെ എല്ലാവരും വരുന്നു, ഭഗവാന്റെ മുമ്പിൽ ഒരു രീതിയിലുള്ള വേരിയേഷൻ, അറ്റ്ലീസ്റ്റ് കുറച്ച് തുളസി ദളമെങ്കിലും ഭഗവാന് കൊണ്ടുപോകാതെയാണ്, വെറും കൈയോടെയാണ് എല്ലാവരും പോകാറ്. അപ്പോൾ കാണിക്കത്തിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. അതായത് ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ധനം അത്യാവശ്യമാണ്. അവന് ജീവിക്കുന്നു, അവൻ ഒരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവനൊരു വ്യവസായം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ധനത്തിന് വേണ്ടിയിട്ട്. ആ ധനമാണ് നമ്മൾ ഭഗവാന് പ്രായശ്ചിത്തമായിട്ട് വെക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവൻ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ വെക്കാൻ പറ്റത്തില്ല, പക്ഷെ വെക്കുന്നവനാണ് ഭക്തൻ. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് എല്ലാമായിട്ട് നമ്മൾ ധനത്തെ സങ്കല്പിച്ചിട്ട് ആ ധനമാണ് പ്രായശ്ചിത്തമായിട്ട് വെക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ എല്ലാ നമ്മുടെ എക്സ്ക്യൂസും മറന്ന് നമുക്ക് നല്ല വഴി കാട്ടുന്നത്. അതെല്ലാ ദിവസവും നമ്മൾ പഞ്ചോപചാരം ചെയ്യണമെങ്കിൽ ചെയ്യണം. നമ്മൾ വീട്ടിൽ പഞ്ചോപചാരം ചെയ്യാത്തവർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഗ്രാമദേവത എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതും ഈ പ്രായശ്ചിത്ത കാണിക്കും അവിടെ സമർപ്പിക്കുന്നതും ഭണ്ഡാരത്തിൽ. അതായത് ഞാൻ ഇന്നലെ ചെയ്ത എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ, എന്നാൽ ഏതെങ്കിലും രീതിയിൽ ജീവഹാനികൾക്ക്, ഏതെങ്കിലും ജീവികൾക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നാൽ ഭഗവാന്റെ റൂൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മണ്ടത്തരം ഞാൻ വസ്തുനിഷ്ഠയോടെ, മീൻസ് ഭഗവാന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ, പ്രായശ്ചിത്തം ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളവിടെ കാണിക്കയിടുന്നത്. അങ്ങനെ ഒരു കാണിക്കം ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ ഒഴിയരുത്. അത് ഭഗവാന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. എല്ലാവരും, ചിലവരൊക്കെ ഞാൻ കാണാറുണ്ട്, ക്ഷേത്രത്തിനകത്ത് പോയി ഒഴിഞ്ഞ് കാണിക്കയിടുന്നത്. അത് ഘോര തെറ്റാണ്. കാരണം നമ്മൾ ചെയ്ത തെറ്റിന് ഭഗവാന് കൊടുക്കുന്ന പ്രായശ്ചിത്ത കാണിക്കുക എന്ന് പറയും. അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ആരാധന പൂർത്തിയാവുള്ളൂ, അല്ലെങ്കിൽ പഞ്ചോപചാരം പൂർത്തിയാവുള്ളൂ. വീട്ടിൽ പഞ്ചോപചാരം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താ? ആ മൂർത്തിക്ക് അഭിഷേകം. അത് കഴിഞ്ഞ് മൂർത്തിനെ നല്ലോണം തുടച്ച് അതിന് ധൂപം കാട്ടുന്നു. അതിനുശേഷം അലങ്കരിച്ചതിന് ശേഷം ദീപം കാട്ടുന്നു. ദീപത്തിന് മുമ്പായിട്ട് നൈവേദ്യം ചെയ്യുന്നു. ദ 4th one എന്ന് പറയുമ്പോൾ പ്രായശ്ചിത്ത കാണിക്കം ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റാണ് ആരതി കാണിക്കുന്നത്. അവിടെയാണ് എല്ലാം നമ്മൾ ഭഗവാനോട് ഏറ്റു പറയുകയാണ്. അവിടെയാണ് നമുക്ക് ദൈവാധീനം വരുന്നത്. ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ
മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ അത് അപൂർണമാവും. നമ്മൾ ഭഗവാനുമായിട്ട് ലിങ്ക് ആവുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആകരുത്. കാരണം ഭഗവാനുമായിട്ടുള്ള ലിങ്ക് എന്ന് പറഞ്ഞത് ഇന്ന് തുടങ്ങിയതല്ല, പാസ്റ്റ് ആണ്, പ്രസൻറ്റ്, ഇനി ഫ്യൂച്ചറുമാണ്. ഞാൻ എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിക്ക് ബന്ധങ്ങൾ കൊണ്ടുവന്ന് തന്നതും ഭഗവാനാണ്. ഭഗവാൻ വിചാരിച്ചാൽ ഇംപോസിബിളിനെ പോസിബിൾ ആക്കാൻ ഒരു സെക്കൻഡ് കൊണ്ട് കഴിയും. നിങ്ങളുടെ വീട് മാത്രമല്ല, ഒരു ജില്ലയല്ല, ഒരു സ്റ്റേറ്റ് അല്ല, ഒരു കൺട്രി അല്ല, ഒരു യൂണിവേഴ്സ് അല്ല, ഒരു ഗാലക്സി അല്ല, കോടി ഗാലക്സികൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ചൈതന്യത്തെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധം നമ്മളിൽ ഓരോരുത്തർക്കും വേണം. അല്ലാതെ ഗ്രാമദേവനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഉപാസനാമൂർത്തി എന്നുള്ളൊരു ഇൻഡിവിജ്വൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം. മാർക്കണ്ഡേയന് ദീർഘായുസ് കൊടുത്ത് ചിരഞ്ജീവിയാക്കിയത് ഭഗവാനാണ്. പ്രഹ്ലാദനെ ഒരച്ഛൻ്റെ സ്നേഹം കൊടുത്ത് പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ മുമ്പിൽ സ്വയമായിട്ടുള്ള അച്ഛൻ ഗുണ്ടയായി വന്ന നരസിംഹമൂർത്തിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭക്തൻ്റെ മേത്തൊരു പൊടി മണ്ണ് വീണാൽ അച്ഛന് വേറൊന്നും നോക്കത്തില്ല, അച്ഛൻ ഗുണ്ടയായി തന്നെ വരും. അത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സ്നേഹമാണ് ഒരു ഭക്തൻ എന്നതിലുപരി രക്തബന്ധം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പോൾ വൈക്കത്ത് ഭഗവാനെ എന്നല്ല പറയുന്നത്, വൈക്കത്തപ്പ എന്ന് പറയുന്നത്, ഏറ്റുമാനൂർ അപ്പ എന്ന് പറയുന്നത്. നമ്മളൊരു കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ ദേവി കാളി എന്നല്ല പറയുന്നത്, അമ്മയെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ആ ഭക്തൻ എന്നുള്ളതിലുപരി ആ ചൈതന്യവും നമ്മളുമായിട്ട് ലിങ്ക് ആയതുകൊണ്ടാണ്. അവിടെ ഒരു ദേവി എന്ന് വിളിച്ചാൽ എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നു. അവിടെ ഒരു ദേവനെ എന്ന് വിളിച്ചാൽ എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നു. കാരണം ഭഗവാനോട് കൂടുതൽ സ്നേഹം കൂടിക്കൂടി വരുന്നതനുസരിച്ച് രക്തബന്ധം തന്നെയാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേറ്റാണ് നമ്മൾ ബന്ധം അവിടെ ലിങ്ക് ആക്കുന്നത്. അപ്പ അമ്മ എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. കാരണം ആ ആധികാരിക സ്നേഹമാണ് അത്. നമ്മൾ ഉപചാരം ചെയ്യുന്നു. ഇനി നമ്മൾ പറയേണ്ടത് തത്വങ്ങളാണ്. നമ്മൾ ഭഗവാനുമായിട്ട് ലിങ്ക് ആവുന്ന തത്വങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ പുരാതനമായിട്ടുള്ള അഗ്നി, ഹവനങ്ങൾ, യജ്ഞങ്ങൾ ഒക്കെയാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. രണ്ടാമത്തത് സാളഗ്രാമങ്ങൾ. സാളഗ്രാമം ശൈവം, ശാക്തേയം, വൈഷ്ണവം, ഇത് മൂന്നിനും നമുക്ക് സാളഗ്രാമം പ്രാധാന്യമാണ്. മെയിനായിട്ട് വൈഷ്ണവ ഇതാണെങ്കിലും നമ്മൾ ശങ്കരനെ, ശിവത്തെ വേർതിരിച്ചിരുത്തില്ല, ശക്തിയെ നമ്മൾ വേർതിരിച്ചിരുത്തില്ല. അത് പ്രകൃതിയാലുള്ള സ്വയംഭുവാണ് സാളഗ്രാമം. പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് ശിവലിംഗങ്ങൾ. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, ഇത് മൂന്നും കൂടിയതാണ് ശിവലിംഗം. ശിവലിംഗം സ്ഥാപിക്കുമ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമുണ്ട്. മറിച്ച് അത് നർമ്മദാ ലിംഗമാകുമ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് അഭിഷേകം ചെയ്തു കഴിഞ്ഞു, അത് പ്രാണൻ സമ്പൂർണമായി എന്നുള്ളതാണ്. മൂന്നാമത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാലാമത് ശ്രീചക്രം. നമ്മൾക്കറിയാം അത് മാൻമേഡാണ്. അതിന് പ്രാണപ്രതിഷ്ഠ കൊടുക്കേണ്ടി വരും. പ്രാണപ്രതിഷ്ഠ കൊടുത്തു കഴിഞ്ഞാൽ ദേവി കൺസെപ്റ്റ് മാത്രമല്ല,
ദൈവം കൺസെപ്റ്റ്. കാരണം 64 യോഗിനികളും അതിലുണ്ട്, നമ്മുടെ ഇഷ്ടദേവനുണ്ട് അതിലുണ്ട്. എല്ലാ ദേവീ ദേവകളും ശ്രീ എന്ന പദത്തോട് ഏത് ദേവി ദേവതയാണോ അവരെല്ലാവരും അതിൽ വസിക്കുന്നുണ്ട്. 5-മതെന്ന് പറയുമ്പോൾ നമുക്ക് ബിംബമാകാം, നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന ശിലാ പ്രതിഷ്ഠ, കണ്ണാടി പ്രതിഷ്ഠ, ഇവയൊക്കെ 5 തത്വങ്ങളാണ്. നമ്മൾ ഈശ്വരനുമായിട്ട് ലിങ്ക് ആവുന്ന കോൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്ന പഞ്ചതത്വ ഉപചാരങ്ങൾ. അപ്പോൾ ഉപചാരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, പഞ്ചതത്വ ഉപചാരങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഉപാസനകൾ എല്ലാ ദിവസവും ഞാൻ ഈ പറയുന്ന പോലെ ആ ഒരു സീരിയസ്നെസ് നമ്മൾ കൊടുക്കുക. ഒരിക്കലും ധൃതി പാടില്ല. ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം, അങ്ങനെ പോകണം, മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഭഗവാന് ഇപ്പോൾ മീറ്റിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഭഗവാനുമായി ഉപാസന ചെയ്യണം. ഇപ്പം നിങ്ങൾ ഉപാസന ധൃതിക്ക് ചെയ്തു, നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ ചിലപ്പോൾ ഫയർ ചെയ്യും. കാരണം ഭഗവാന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് നിങ്ങൾ അവിടെ കൊടുത്തില്ല. ഒന്നോർക്കുക, നിങ്ങളുടെ ബോസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഒരു സീരിയസ്നെസ്സും ആ ഒരു വിശ്വാസവും നമുക്ക് ആ മൂർത്തിയിൽ വേണം. അതേസമയം നിങ്ങൾ സമയമെടുത്ത് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് സമയമെടുത്ത് നിങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്ത് നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫയർ അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ വരും. നിങ്ങളുടെ ക്ലയൻറ്റ്സ് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും. കാരണം ഭഗവാന് നിങ്ങളുടെ ഉപചാരങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാട്ടായമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ ആകരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും മനോകാമനകൾ, ആഗ്രഹമുണ്ടാകാം, പക്ഷെ ആഗ്രഹം സാഫല്യത്തിന് വേണ്ടി ഭഗവാനെ ഒരു ബിസിനസ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഉപചാരങ്ങൾ മനസ്സിരുത്തി ഭഗവാനെ സന്തോഷിപ്പിച്ച് എല്ലാ ഉപചാരങ്ങളും നല്ല ഒറിജിനൽ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഓരോ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കെമിക്കലാണ്. അപ്പോൾ നല്ല വിശ്വസ്തമായിട്ടുള്ള ധാതുക്കൾ നിങ്ങൾ ഉപചാരത്തിൽ എടുക്കുക. അത് നിങ്ങളുടെ ഉപാസനയിലെ ഒരു മുഖ്യ ഘടകമാണ്. എല്ലാം നല്ല വ്യക്തിത്വമായിട്ടുള്ള കാര്യങ്ങൾ, കെമിക്കൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് അഭിഷേകം ചെയ്യുമ്പോൾ മഞ്ഞൾ പൊടി ചിലപ്പോൾ കെമിക്കലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഫോമിലുണ്ടെങ്കിൽ ആ മില്ലിൽ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾ കളക്ട് ചെയ്യുക. അങ്ങനത്തെ പാക്കറ്റ് മഞ്ഞൾ പൊടിയൊക്കെ ഇന്നത്തെ കാലത്ത് എത്രത്തോളം വിശ്വസ്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉപചാരങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള ആണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഭഗവാൻ എങ്ങനെയോ അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതവും. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലും ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഉപചാരങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് 2 തലമുണ്ട്. നമ്മുടെ ഉള്ളിലൊരാളുണ്ട്, ഞാനെന്നൊരാളുണ്ട്. ഞാൻ തന്നെ ഡ്വാലിറ്റിയാണ്, ബോധമനസ്സും എന്നൊക്കെ പറയും, സ്ഥൂലം സൂക്ഷ്മം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഉപചാരങ്ങൾ, ഇപ്പം നിങ്ങൾ കൃഷ്ണനെയാണ് ഉപചാരങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മ തലം എന്ന് പറയുമ്പോൾ കൃഷ്ണനായി വരികയാണ്. പുറമേ നിങ്ങളാണെങ്കിൽ ഉള്ളിലെ നിങ്ങൾ കൃഷ്ണാംശം ദിനം പ്രതി ആ ഒരു തലം കൂടിക്കൂടി വരികയാണ്. ഇന്നർ സോൾ. അവിടെയാണ് നിങ്ങൾ സിദ്ധി ആർജിക്കുന്നു എന്ന് വരുമ്പോഴാണ് ഈ ഒരു ഇന്നർ സോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപാസനാമൂർത്തിയാവുന്നു. പിന്നെ നിങ്ങളിൽ വലിയ നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഈ സിദ്ധി നിങ്ങളിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പുള്ള നിങ്ങളും ആ സിദ്ധി വന്നു കഴിഞ്ഞുള്ള നിങ്ങളും ടോട്ടലി
വ്യത്യാസങ്ങൾ വരുന്നു. നിങ്ങൾ ഉപാസനകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തി അംശം കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു മോറൽ സപ്പോർട്ട് എല്ലാത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഉപാസനകൾ കൂടുന്നതനുസരിച്ച് ഞാൻ ഈ പറയുന്ന പോലെ ഇന്നർ സോളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഉപാസനാമൂർത്തിയുടെ ചൈതന്യം പൂർണ്ണമായി നിങ്ങളുടെ ഉപാസനയിലൂടെ കൂടിക്കൂടി വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ പിന്നെ കാണുന്നത്. ആ സമയത്താണ് ഞാൻ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഉപാസനയെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു റഷ് അല്ലാത്ത, ക്രൗഡ് അല്ലാത്ത ഒരു കടയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിതിൻ സെക്കൻഡ്സ് അവിടെ ആളുകളൊക്കെ കൂടും. അതേപോലെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു തെരുവ് നായ നിങ്ങളുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മൃഗങ്ങൾ, എസ്പെഷ്യലി തെരുവ് നായ, അത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആവും. ചിലപ്പോൾ ഒരു കൂട്ടം നായ്ക്കൾ നിങ്ങളുടെ അടുത്ത് വന്ന് വാലാട്ടും. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കാരണം അത് നിങ്ങളുടെ കഴിവല്ല, ബട്ട് അവർക്കറിയാം ദ കോസ്മിക് എനർജി ഈസ് ഇൻ യു. അതിൽ ഒരു വ്യത്യാസവും വരത്തില്ല. കാരണം യൂണിവേഴ്സുമായിട്ട് ലിങ്കായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഈ യൂണിവേഴ്സിലുള്ള എല്ലാം നിങ്ങളുടെ അധീനതയിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈവൻ യുവർ എനിമി വിൽ നോട്ട് കം നിയർ ടു യു. നിങ്ങളുടെ എനിമി 18 പയറ്റിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒരു രോമത്തെ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ ആയുധം വെച്ച് അവിടെ പോകും. കാരണം നിങ്ങളുടെ ഉപാസനാമൂർത്തി സ്ട്രോങ് ആയി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഉപാസന ചെയ്തുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് ആ ചൈതന്യം നിങ്ങളിൽ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളുടെ നേച്ചർ, വേ ഓഫ് അട്രാക്ഷൻ, വേ ഓഫ് തിങ്കിങ്, എല്ലാത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിലൊരു കുറച്ച് ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലിങ്ക് ആവുന്ന അനുസരിച്ച്, നിങ്ങളുടെ ഗ്രേഡ് കൂടുന്ന അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള കപടതകൾ എല്ലാം നിങ്ങളെ അന്ന് അകന്നു പോകും. ഇപ്പോൾ നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള ചില രക്തബന്ധങ്ങളാണെങ്കിലും, കുടുംബക്കാരാണെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും അവരെല്ലാം അകന്നു പോകും. കാരണം അവർക്ക് നിങ്ങളിൽ സ്നേഹമല്ല, അഭിനയിക്കുകയാണ്. സോ അങ്ങനെയുള്ളവരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. കാരണം ദ റിയൽ പോസിറ്റീവ് എനർജി ഈസ് ഇൻ യു. അപ്പോൾ നമുക്ക് ഊഹിക്കാം ബാക്കിയെല്ലാം ഫേക്കുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും, പൈശാചിക ചൈതന്യം. സോ ആ ഒരു അവസ്ഥ നിങ്ങൾ അത്ഭുതപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൽ അത്ഭുതപ്പെടേണ്ട. അത് നിങ്ങളുടെ സേഫ്റ്റിയാണ് ഭഗവാൻ നോക്കുന്നത്. ഒരു കപടതയും നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഉണ്ടാവത്തില്ല. അഥവാ അവർ ദൂരെ പോകുന്നെങ്കിൽ വിചാരിച്ചാൽ മതി, നിങ്ങൾ അവരുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ പതനം, നിങ്ങളുടെ കഷ്ടകാലം ആഗ്രഹിക്കുന്നവരായിരുന്നു എന്ന്. അതാണ് ഉപാസന ചെയ്താലുള്ള ഗുണം. പാല് വേറെ വെള്ളം വേറെ ആക്കി മാറ്റും. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആരാധനാലയങ്ങളിൽ, അതേത് മതത്തിലായിക്കോട്ടെ, ദൈവിക ചൈതന്യം, ഇപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സംഗമയുഗമാണ്. കലിയുഗം കഴിഞ്ഞ വർഷം 2025 മാർച്ച് 25 കലിയുഗം കഴിഞ്ഞു.
ഇത് സംഗമയുഗമാണ്. അതായത് കലിയുഗത്തിനെയും സത്യയുഗത്തിൻ്റെയും ഇടയ്ക്കുള്ള യുഗമാണിത്. ഇനിയിപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ കലിയുഗം കഴിഞ്ഞു. ഈ വരുന്ന മാർച്ച് 28 വിനാശങ്ങൾ സംഭവിക്കും. എല്ലാ രീതിയിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. രോഗങ്ങളുണ്ടാവും, വിഷബാധകളുണ്ടാവും. അത് നമ്മൾ ഭക്ഷണത്തിലാവട്ടെ, നമ്മൾ ശ്വസിക്കുന്നതിലാവട്ടെ. രോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോണയൊക്കെ കണ്ടു, അതിൻ്റെ 10-100 ഇരട്ടിയാണ് രോഗങ്ങൾ വരുന്നത്. ഭക്ഷണം, അതായത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ കൃഷി നടക്കത്തില്ല. അപ്പോൾ കൃഷി നേരെ ചൊവ്വേ ഇല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് പ്രശ്നമാവും. അപ്പോഴത്തേക്ക് ഈ സ്വർണവും വെള്ളി ധനം ഒക്കെ വെറും വെള്ളത്തിൽ ഒഴുക്കാൻ കൊള്ളാം. കാരണം ഭക്ഷണം ഇല്ലാതെ എന്ത് സമ്പാദിച്ചിട്ട് എന്ത് ഗുണം? അപ്പം അതൊക്കെ നമ്മൾ മനസ്സിൽ എപ്പോഴും ഉപാസന ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മളെ ഉപചാരം ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട്, എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രത്യേകിച്ച് കലിയുഗത്തിൽ പല മീഡിയേറ്റേഴ്സ് വരും. ഭഗവാനുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ വരും. അതൊക്കെ പോകാതെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഉപാസനാമൂർത്തി, നമ്മുടെ മുമ്പിലുള്ള മൂർത്തി, അതിൽ നമ്മൾ വിശ്വസിക്കുക. ഭഗവാൻ നമുക്ക് ദർശനം തരും, അതുറപ്പാണ്. നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് പഞ്ചോപചാരങ്ങൾ ചെയ്യുക. ത്രിസന്ധ്യ നമ്മൾ ചെയ്യുക. ത്രിസന്ധ്യ എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഭഗവാന്റെ 12 നാമങ്ങൾ, അത് 3 നേരവും നമ്മൾ ജപിക്കുക. ഒരു നേരം 12 × 12, അങ്ങനെ 3 നേരം നമ്മൾ ജപിക്കുക. പറ്റുമെങ്കിൽ മഹാഭാഗവതം നമ്മൾ ഒരു അധ്യായം, അതിനും സമയമില്ലെങ്കിൽ ഒരു താളെങ്കിലും അർത്ഥവത്തോടെ നമ്മൾ വായിക്കണം. പിന്നെ നമ്മൾ വീട്ടിൽ പ്രായശ്ചിത്ത കാണിക്കം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, പഞ്ചോപചാരം. അതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. അതൊരു സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തോന്നി ഒരു 10 രൂപ ഇടാം, അങ്ങനെ ഒരു എമൗണ്ട് ആകുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിക്ഷേപിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ടിൽ അർഹിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടവനല്ല, അർഹിക്കുന്ന ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സാധുക്കൾക്ക് നമ്മൾ ഏതെങ്കിലും രീതി, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ചിലവർക്ക് ക്ഷേത്രത്തിൽ കാണിക്കയിടാൻ ഭയങ്കര വിന്യാസമായിരിക്കും. നമ്മൾ ചെയ്യുക, നമ്മൾ ചെയ്യുക. ഭഗവാൻ അറിയാം ഭഗവാന്റെ കാൽക്കൽ വന്ന ധനം എന്ത് ചെയ്യണം എന്നുള്ളത്. അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ കട്ടവരെല്ലാം ഇപ്പം കണ്ടില്ലേ സ്ഥിതിഗതികൾ എന്താണെന്ന്. ഭഗവാന്റെ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പം നമ്മളൊരു പ്ലേറ്റിൽ കോയിൻ ഇടുന്നു, കറക്കിയിടുന്നു, അത് പലയിടത്ത് പോയി കറങ്ങി ഒരിടത്ത് വീഴും. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ അടുത്ത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഭണ്ഡാരത്തിൽ നമ്മളെ സ്നേഹം ആണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അത് മിസ്യൂസ് ചെയ്തവനാരോ അവനെ ഭഗവാൻ പൂർണ്ണമായിട്ട് അവൻ്റെ നാശം വരുത്തും. അവൻ്റെ കുടുംബം നശിക്കും. അവൻ്റെ കുടുംബം മാത്രമല്ല 7 തലമുറകൾ അത് അനുഭവിക്കുകയും ചെയ്യും. അതാണ് ശിവധനം, നാരായണ ധനം ഒരിക്കലും നമ്മൾ ഇച്ഛിക്കരുതെന്ന് പറയാൻ കാരണം. ഇപ്പോൾ നമ്മൾ കാരണവരൊക്കെ പറയാറുണ്ട്, എടാ നീ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കാല് കഴുകി വേണം വരാൻ. അതേപോലെ നിങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ കാല് കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകാൻ. കാരണം ഭഗവാന്റെ ആണ് ഇതെല്ലാം ലോകമെങ്കിലും ക്ഷേത്രം ഒരു സ്പെസിഫിക് റീസണിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്താണ് എന്നുള്ളത്.
അപ്പോൾ ഭഗവാന്റെ അതിൻ്റെ ഉള്ളിലെ ഒരു തരി മണ്ണ് പോലും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രക്കുളത്തിൽ അല്ലെങ്കിൽ അവിടെ കാല് കഴുകിയിട്ട് അകത്ത് കയറുന്നതും തിരിച്ച് പുറത്തു പോകുമ്പോൾ കാല് കഴുകി പോകുന്നതും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ധനം മിസ്യൂസ് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ കാലയളവിൽ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഭഗവാൻ ഒരിക്കലും, പ്രത്യേകിച്ച് സിദ്ധന്മാരുടെ സമാധിയുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരിക്കലും ഭഗവാൻ അനുവദിക്കത്തില്ല. കാരണം നിർമാല്യം ധാരിയാവുന്നതിന് മുമ്പ് തന്നെ, ഒരു മേൽശാന്തി ശ്രീകോവിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സമാധിയിലെ സിദ്ധന്മാരാണ് അവിടെ വന്ന് ഭഗവാൻ ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യം 24/7 അവിടെ നിലനിൽക്കും. ചിലപ്പോൾ അവിടുത്തെ മേൽശാന്തി ഒന്നും ഹരിശ്രീ പോലും അറിയാൻ പാടില്ലാത്തവനായിരിക്കും. അവൻ ചിലപ്പോൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് മേൽശാന്തി ആയതായിരിക്കും. എന്നാലും അവൻ നല്ലവനാണെങ്കിൽ വാഴും, അങ്ങോട്ട് മേൽശാന്തിയായിട്ട് തന്നെ വരും, നിലനിൽക്കും. മറിച്ച് അവൻ എന്തെങ്കിലും അവിടെ കക്കാനോ അല്ലെങ്കിൽ വേറൊരു ഡുവൽ മെൻറ്റാലിറ്റിയോടെ നിൽക്കുകയാണെങ്കിൽ കഥ വേറെയാവും. അതാണ് സിദ്ധന്മാരുടെ സമാധിയുള്ള ക്ഷേത്രത്തിന് ഇത്ര കണ്ട് ശക്തികൾ കൂടുതൽ എപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിൽ നമ്മുടെ അഗസ്ത്യമുനിയുടെ സമാധിയുണ്ട്. പഴനിയിലാണെങ്കിൽ ഭോഗന്റെ സമാധിയുണ്ട്, പുലിപ്പാനിയുടെ സമാധിയുണ്ട്. തിരുപ്പതിയിലാണെങ്കിൽ ഭഗവാന്റെ തൊട്ട് താഴെ, ഗർഭഗൃഹത്തിന് താഴെ കൊങ്കണവർ സിദ്ധന്റെ സമാധിയുണ്ട്. അപ്പോൾ ഓരോ സിദ്ധന്മാരുടെ സമാധി ഉണ്ടോ അവിടെ ചൈതന്യം എപ്പോഴും ഉണ്ടാവും. അത് തന്ത്രങ്ങൾ പിഴച്ചു പോട്ടെ, അല്ലെങ്കിൽ പൂജകൾ പിഴച്ചു പോട്ടെ, അവിടെ തെറ്റ് വന്നാലും ഭഗവാന്റെ ചൈതന്യം അവിടെ നിലനിൽക്കും. കാരണം ഫസ്റ്റ് ഈ പറയുന്ന സിദ്ധന്മാർ ഒളി രൂപത്തിൽ വന്ന് അവിടെ ഭഗവാനെ ഉപചാരം ചെയ്യും. അതാണ് ശക്തിപീഠങ്ങൾക്ക് ഇത്രമേൽ ശക്തി. ഇപ്പം തിരുവണ്ണാമലയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ ഉപചാരങ്ങൾ അറിഞ്ഞു, പഞ്ചതത്വ ഉപചാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സോടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക. മറക്കരുത്, പ്രായശ്ചിത്തം കാണിക്കും. അതെല്ലാ ദിവസവും ചെയ്യാം. 1 രൂപയാണെങ്കിൽ 1 രൂപ. അത് ചിലവർ ചോദിക്കും, ഈ 1 രൂപ തന്നെ നാളെ കൊടുക്കാമോ? അല്ല, നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻ്റാണ് നമ്മുടെ ജീവിതമാണെന്ന് ആദ്യം ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുക, അത് തന്നെ വേണം. കാരണം ഇന്നത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഭഗവാനെ ഒരു കാര്യസാധ്യ യന്ത്രം എന്നുള്ള തലത്തിൽ സ്നേഹമല്ല അവിടെ. ഇപ്പം നാളെ മൂർത്തി പൂജകളും ശക്തി ആർജിച്ച് വരുന്ന ഒരു കാലമാണിന്ന്. ആ മൂർത്തിയോട് പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യം സാധിച്ചാൽ ഞാൻ ഇത്ര കർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ മൂർത്തി കാര്യം സാധിച്ചു തരും. പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു കാര്യം, ഇതൊന്നും കലിയുഗത്തിൻ്റെ അംശമാണ്. അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. കാരണം സാക്ഷാൽ ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മൂർത്തികളെ പൂജിക്കുന്നത്. മൂർത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏതെങ്കിലും കാലാൾപ്പടകളാണ്. ഒന്നെങ്കിൽ ഈ പറയുന്ന കാവ് രക്ഷകർ, അതായത് ഗണങ്ങളാണ്. അപ്പോൾ ആ ഗണങ്ങളെ നമ്മൾ പൂജിക്കേണ്ട ഒരവസ്ഥയും ഇല്ല. പക്ഷേ ആ ഒരവസ്ഥയിലേക്കാണ് ഓരോരുത്തർ പോകുന്നത്. കാരണം മോഹം, അതിയായ മോഹം. പക്ഷേ ഒന്നോർക്കുക, മൂർത്തിക പൂജ കഴിഞ്ഞ് ഒരു 2-3 വർഷം, അല്ലെങ്കിൽ ഉപാസനൻ എന്ന് പറഞ്ഞാൽ ഒരു 6 വർഷം, അത് കഴിഞ്ഞാൽ അവൻ്റെ പതനമാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒന്ന് വീക്ഷിച്ചാൽ അറിയാം. കാരണം അവർ തിരിച്ചു വയ്ക്കും.
ഭഗവാൻ തിരിച്ചു ചോദിക്കത്തില്ല. അതാണ് വ്യത്യാസം. കൊടുത്തുകൊണ്ടേയിരിക്കണം. അവൻ്റെ ഗ്യാരണ്ടി നിന്നെങ്കിൽ ദാറ്റ് മീൻസ് അവൻ ആ കൊടുക്കുന്നത് നിർത്തി. അതുകൊണ്ടാണ് അവൻ്റെ ഗ്യാരണ്ടിയും പോയത്. നിങ്ങൾ ഏതവസ്ഥയിൽ അവിടെ മൂർത്തിയെടുത്ത് പോയോ അതിൻ്റെ നെഗറ്റീവ് അവസ്ഥയിലേക്ക് വിട്ടുപോകും. ഒരു ഉപാസകൻ കൂടി വന്നാൽ ഇതാണ് ഗ്യാരണ്ടി, 6 വർഷം. തർക്കിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് അവനവൻ്റെ ഇഷ്ടമാണ് മൂർത്തി പൂജ ചെയ്യുന്നതും ഇല്ലാത്തതും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സാക്ഷാൽ ഭഗവാനെയാണ് മറന്ന് നിങ്ങൾ മൂർത്തി പൂജ ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തനിതയോടെ ഇടുന്ന കാലമല്ല ശരിക്കും നമ്മൾ അനുഭവിക്കേണ്ടത്. അതോർക്കുക. ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഫുൾ അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, നമുക്ക് ഈ പറയുന്ന ഗണങ്ങളുടെ നായകനാണ് സ്ഥാനം. ആ നായകനെയാണ് മറന്ന് നമ്മൾ ഈ പറയുന്ന ഗണങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ അനുഷ്ഠാനങ്ങൾക്ക് മാറ്റം വന്ന് ആ അനുഷ്ഠാനത്തെ ഫോളോ ചെയ്യുന്ന ഒരു കാലമാണ് ഇന്ന്. പ്രത്യേകിച്ച് ബലി കൊടുക്കുക, മദ്യം കൊടുക്കുക ഒക്കെ. ഇതൊന്നും നമ്മുടെ ഒരു വേദങ്ങളിലും പറഞ്ഞിട്ടില്ല. ആ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഒന്ന് നമ്മൾ ചിന്തിക്കുക, ഇതിൻ്റെ ഒറിജിനൽ എവിടെയാണ്. കാരണം നമ്മുടെ നമ്മുടെ മുത്തച്ഛന്മാർക്ക് കഴിവുണ്ടായിരുന്നു, അവർക്ക് സിദ്ധികളുണ്ടായിരുന്നു. ഇന്ന് അത് ഫോളോ ചെയ്യുന്നു. അവരന്ന് അത് ഫോളോ ചെയ്തത് ഇതൊന്നുമില്ലാതെയാണ്. ദേവി കവളം ആഗ്രഹിച്ചത് രക്തബീജൻ്റെയാണ്, അല്ലാതെ പാവപ്പെട്ട ഈ പറയുന്ന മിണ്ടാപ്രാണികളുടെ രക്തമല്ല അമ്മ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ചെയ്തതിൻ്റെ പരിണത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? 5000 വർഷങ്ങളായിട്ട് വെട്ടിച്ചുരുക്കിയത് എന്തുകൊണ്ട് കലിയുഗം? കാരണം അനാചാരങ്ങൾ. ഭദ്രകാളി രക്തബീജന്റെ രക്തമാണ് ആഗ്രഹിച്ചത്. അതുപോലത്തെ രക്തബീജങ്ങൾ അതിന് എക്സാമ്പിളാണ് അമ്മ. അല്ലാതെ നിഷ്കരണം മിണ്ടാപ്രാണികളെ ബലി കൊടുക്കുന്നതും അമ്മയെ മദ്യവും മാംസവും കഴിപ്പിക്കുന്നതുമല്ല ഉപചാരങ്ങൾ. അവർക്കൊക്കെ ഘോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും 7 തലമുറകൾ. ഇങ്ങനെയുള്ളവരുടെ കുടുംബം ഒരിക്കലും സ്വസ്ഥതയോട് ജീവിക്കത്തില്ല. ഇനിയുള്ള കുറേ വർഷങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട, കയ്യിലെണ്ണാവുന്ന വർഷങ്ങളേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, 1.5 കോടി ജനങ്ങളാണ്, മീൻസ് 1.5 കോടി അംശങ്ങളാണ് സത്യുഗത്തിൽ പോകുന്നത്. ആ 1.5 കോടിയിൽ 1/4 ഭാഗവും അതിൻ്റെ അരഭാഗവും സ്പീഷീസാണ്, ജീവജാലങ്ങളാണ്. 15% മനുഷ്യരുള്ളൂ. അതിൽ 12,000 പേർക്കേ ഭഗവാൻ ദർശനവും നൽകുള്ളൂ. അപ്പോൾ എത്ര പുണ്യാത്മാക്കളാണ് ഇവിടെ ബലിയും കവളവും ചെയ്ത് നടക്കുന്നത്? തെറ്റാണ്. ശരിയായ ഭക്തി, ഭഗവാനെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ നീ നിന്റെ ജീവൻ ബലി കൊടുക്കും. അതിനായിട്ട് ഭീരുവായിട്ട് മറ്റുള്ള ജന്തുക്കളെയും ബലി കൊടുക്കുന്നതല്ല ധൈര്യം ഭഗവാനെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നത്. കിരാതമൂർത്തികൾ മീൻസ് മൂർത്തികൾ, അവർക്ക് ചിലപ്പോൾ ബലി ഇഷ്ടമായിരിക്കാം, പക്ഷെ അവരൊരിക്കലും പാപം ഏറ്റെടുക്കത്തില്ല. പാപം നീ തന്നെ അനുഭവിക്കും, നിന്റെ കുടുംബവും അനുഭവിക്കും. കാരണം ഇത് സത്യമാണ്.
കലിയുഗം ലാസ്റ്റ് ചരണവും കഴിഞ്ഞ് ഇപ്പോൾ ഗോയിങ് ടുവേർഡ്സ് സത്യുഗ. സോ നാം മനസ്സിലാക്കുക, ഭഗവാനെ മറന്നുള്ള ഒരു കളിയും അത് തീക്കളിയാണ്. നമ്മുടെ നാശം, അതായത് ഭസ്മാസുരൻ്റെ വരം കിട്ടിയ പോലെയാണ് നമ്മളിങ്ങനെ പോയാൽ സ്വയം നാശത്തിന് ഇടവരും. അതുകൊണ്ട് ഭഗവാനെ ഈ പഞ്ചോപചാരങ്ങൾ, അതേപോലെ ഇപ്പോൾ പണ്ട് ത്രേതായുഗം, ദ്വാപാരയുഗത്തിലൊക്കെ നമ്മൾ വർഷങ്ങളോളം കഷ്ടപ്പെടണം ഭഗവാനെ പ്രസാദിപ്പിക്കാൻ. ഘോര വനങ്ങളിൽ തപസ്സനുഷ്ഠിച്ച് വൈരാഗ്യഭാവത്തിൽ അനുഷ്ഠിച്ചാലേ ഭഗവാൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. പക്ഷെ ഇന്ന് കലിയുഗത്തിൽ ശുദ്ധമായ ഹൃദയം കൊണ്ട് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വരുമെന്നുള്ളതാണ് നാം അറിയേണ്ടത്. അങ്ങനെ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ മൂക്കിൻ്റെ താഴെ കൂടി പോയിട്ടും നിങ്ങൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു അത്ഭുതം. കാരണം തിരിച്ചറിയണമെങ്കിൽ പാപഭാരങ്ങൾ മൂടിക്കൊണ്ടിരിക്കുന്ന റിസീവറാണ് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഉള്ളിൽ. ഇപ്പോൾ ഒരു നല്ല വോൾട്ടേജുള്ള ഒരു ലൈറ്റിൻ്റെ മേളിൽ കുറേ പുക പടലങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ആ ബൾബ് അങ്ങോട്ട് കത്തത്തില്ല. അതേ ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നും പാപങ്ങൾ ചെയ്ത് കൂട്ടുക. ഇപ്പം എല്ലാവരും പറയും മാത്രം തന്ത്രത്തിൽ ഇന്നതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നതുപോലെ കോഴി വെട്ടിയാൽ, മറ്റേത് ആടിനെ വെട്ടിയാൽ ഒക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ ഭഗവാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറയണം. അത് എവിടെയാണ്, അതിൻ്റെ ഒറിജിനൽ ഏതാണ് എന്നും കൂടി പറയണം. അല്ലാത്ത പക്ഷത്തിന് എന്തൊരു വ്യവസ്ഥ. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യർ എന്തുകൊണ്ട് കൊടുങ്ങല്ലൂര് ബലി നിഷേധിച്ചു, അവിടെ നിർത്തിച്ചു? എല്ലാം അറിയുന്ന ഭഗവാന്റെ അംശമാണ് ശങ്കരാചാര്യർ. അപ്പോൾ ഇത് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ആസ് നോർമൽ പേഴ്സൺ നമുക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിന് വിഷമം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തുക. കവളം ചെയ്തതുകൊണ്ട് ആരും നന്നായിട്ടിട്ടില്ല. കാശ് ചിലപ്പോൾ കൂടുതൽ കിട്ടിക്കാണും, പക്ഷെ അത് അനുഭവിക്കാൻ കുടുംബം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഇതിനൊക്കെ നമ്മുടെ 7 തലമുറകൾക്ക് വേണ്ടി ബലി കൊടുക്കുന്ന പോലെയാണ് നമ്മളിങ്ങനത്തെ കർമ്മം ചെയ്യുന്നത് കൂടി. അത് സത്യമാണ്. അപ്പോൾ നമ്മൾ ദൈവിക ചിന്തനത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ ആത്മാർത്ഥതയോടെ ഉപാസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഭഗവാൻ നിങ്ങളുടെ ഇച്ഛിച്ച രീതിയിൽ, ഇച്ഛിച്ച ഭാവത്തോടെ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ ആ സ്വരൂപത്തോടെ നിങ്ങൾക്ക് ദർശനം തന്നിരിക്കും. അത് വാക്കാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമദേ ഹർ.